പുറമേ നിന്ന് നോക്കുമ്പോൾ മികച്ച രീതിയിൽ നടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകളാണെങ്കിൽ കൂടെ 10 കൊല്ലത്തിനുള്ളിൽ 70% ബിസിനസ്സുകളും പൂട്ടിപ്പോകുന്നുണ്ട്. ഇന്ന് രജിസ്റ്റർ ചെയ്യുന്ന ബിസിനസ് ആണെങ്കിൽ കൂടെ അത് 3 കൊല്ലം തയ്ക്കുന്നത് വളരെ ചുരുക്കമായിരിക്കും. 5 കൊല്ലം തയ്ക്കുന്നത് അതിലും ചുരുക്കമായിരിക്കും. 10 കൊല്ലമാകുമ്പോഴത്തേനും 70% ബിസിനസ്സുകളും പൂട്ടിപ്പോകും. അപ്പോൾ പാർട്ട്ണർഷിപ്പിലേതായ ഇഷ്യൂസുകൾ, അതേപോലെ തന്നെ കൃത്യമായ ലക്ഷ്യവും വിഷനും ഇല്ലാത്തത് കൊണ്ട് പൂട്ടിപ്പോകുന്നത് ഒക്കെ നമുക്ക് മാറ്റി നിർത്താം. അല്ലാതെ പുറമേ നിന്ന് നോക്കുമ്പോൾ മികച്ച രീതിയിൽ നടന്നു പോയിക്കൊണ്ടിരിക്കുന്ന ബിസിനസ്സുകൾ എന്തുകൊണ്ടാണ് പൂട്ടിപ്പോകുന്നത്? അതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുന്നത്. എന്തുകൊണ്ട് ബിസിനസ്സുകൾ 10 കൊല്ലം പോലും തയ്ക്കുന്നില്ല, അതിനുള്ള കാരണങ്ങൾ ഈ വീഡിയോയിലൂടെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എൻ്റെ പേര് ആൽബിൻ. ഇതേപോലുള്ള അറിവുകൾ, അതായത് പേഴ്സണൽ ഫൈനാൻസ്, ബിസിനസ്സുമായി റിലേറ്റ് ചെയ്യുന്ന സബ്ജക്റ്റുകളിൽ നിങ്ങൾ വളരെയധികം ഇൻട്രസ്റ്റ് ആണെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അപ്പൊ നമുക്ക് ഓരോന്നായി നോക്കാം. ഒരു ബിസിനസ് ഫെയിൽ ആവാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് മാർക്കറ്റിന് ഫിറ്റ് ആവാതെ വരിക എന്നതാണ്. അതിനെ രണ്ടായിട്ട് തരംതിരിക്കാം. ഒരു പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുകയാണെങ്കിൽ അത് 5-10 വർഷത്തിന് ശേഷം ഇറങ്ങേണ്ട ഒരു പ്രൊഡക്റ്റ് ഇപ്പോൾ മാർക്കറ്റിലേക്ക് ലോഞ്ച് ചെയ്യുന്നു, സ്വാഭാവികമായും ഫെയിൽ ആവും. കാരണം 5-10 വർഷത്തിന് ശേഷം ഉണ്ടാകുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിലവിൽ ആ പ്രൊഡക്റ്റ് ഇപ്പോൾ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ പലപ്പോഴും അത് മാർക്കറ്റിൽ ഫിറ്റ് ആവാതെ വരും. സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും? ഫെയിൽ ആവും. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ നമ്മൾ ലോഞ്ച് ചെയ്യുന്ന പ്രൊഡക്റ്റിനുള്ള അതേ പ്രോബ്ലവുമായി ബന്ധപ്പെട്ട പ്രൊഡക്റ്റ് നിലവിൽ മാർക്കറ്റിലുണ്ട്. പുതിയൊരു പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യുകയാണ്. കാരണം ആ പ്രോബ്ലം ഓൾറെഡി സോൾവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു സന്ദർഭത്തിൽ കസ്റ്റമറിന് വേണ്ടുന്ന വാല്യൂ കിട്ടിയാൽ മാത്രമായിരിക്കും കസ്റ്റമർ ആ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുന്നത്. ക്വാളിറ്റി ബേസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ പ്രൈസുമായി ബന്ധപ്പെട്ടായിക്കോട്ടെ, ഇങ്ങനെയുള്ള വാല്യൂ കസ്റ്റമറിന് കിട്ടണം. എന്നാൽ മാത്രമായിരിക്കും കസ്റ്റമർ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കുന്നത്. അല്ലാത്ത പക്ഷം കസ്റ്റമർ ഈ പ്രോഡക്റ്റ് വാങ്ങിക്കത്തില്ല. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ഇറക്കാൻ വേണ്ടി പോകുന്ന പ്രൊഡക്റ്റ് മാർക്കറ്റിന് ഫിറ്റ് ആണോ എന്ന് നമ്മൾ കൃത്യമായി ഐഡന്റിഫൈ ചെയ്യണം. അതിനുശേഷമായിരിക്കണം പ്രൊഡക്റ്റ് നമ്മൾ മാർക്കറ്റിലോട്ട് ലോഞ്ച് ചെയ്യേണ്ടത്. അല്ലാത്ത പക്ഷം ആ ബിസിനസ് ഫെയിൽ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. രണ്ടാമത്തെ പ്രശ്നം ടാർഗറ്റ് ഓഡിയൻസ് മാറിപ്പോവുക എന്നതാണ്. അതായത് നമ്മൾ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ ലോഞ്ച് ചെയ്യുന്നു, എന്നാൽ അത് നമ്മൾ ഉദ്ദേശിക്കുന്ന കറക്റ്റ് ടാർഗറ്റ് ഓഡിയൻസ് അല്ലെങ്കിൽ പ്രശ്നം ഗുരുതരമാവും. കാരണം നമ്മൾ ലോഞ്ച് ചെയ്യുന്ന പ്രോഡക്റ്റ് ഹയർ ലെവലിലുള്ളതാണ്, എന്നാൽ നമ്മൾ കൊടുക്കുന്ന മാർക്കറ്റിംഗ് മെസ്സേജും കാര്യങ്ങളെല്ലാം ലോവർ ലെവലിലോട്ട് പോയി കഴിഞ്ഞാലോ? കാരണം അവർക്ക് വേണ്ടുന്ന പ്രശ്നവുമായി ബന്ധപ്പെട്ട് അവർ ഉന്നം വെക്കുമ്പോൾ അതിനനുസരിച്ച് മാർക്കറ്റിംഗ് ചെയ്യണം. അപ്പോൾ അവിടെ നമ്മുടെ കസ്റ്റമർ പേഴ്സോണ കറക്റ്റ് ആയിരിക്കണം. അവർ എവിടെയാണ് ഉള്ളത്, അവരുടെ വിദ്യാഭ്യാസ യോഗ്യതയുണ്ട്, അവർ വായിക്കാൻ സാധ്യതയുള്ള പുസ്തകങ്ങൾ, മാഗസീനുകൾ, അവരെവിടെയാണ് കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം. അല്ലാതെ അവരില്ലാത്ത സ്ഥലത്ത് പോയിട്ട് നമ്മൾ പ്രൊഡക്റ്റിനെ കുറിച്ച് മാർക്കറ്റിംഗ് ചെയ്താൽ എങ്ങനെ ഉണ്ടാകും? ഫോക്സ് മാഗസീനിൽ കൊടുക്കേണ്ട അഡ്വർടൈസ്മെന്റ് നമ്മൾ ഇവിടെയുള്ള സാധാരണ മനോരമയിലും മംഗളത്തിലും കൊടുത്താൽ എങ്ങനെ ഉണ്ടാകും? തമ്മിൽ വളരെ വലിയ വ്യത്യാസമായിരിക്കും അവിടെ സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ് കറക്റ്റ് ആയിരിക്കണം, നമ്മൾ കൊടുക്കുന്ന മെസ്സേജ് കറക്റ്റ് ആയിരിക്കണം, അവർ എവിടെയാണ് ഉള്ളത് എന്ന് കൃത്യമായി തിരിച്ചറിഞ്ഞ് അതിനനുസരിച്ച് നമ്മൾ മാർക്കറ്റ് ചെയ്യണം. അല്ലാത്ത പക്ഷം ഫെയിൽ ആവും. അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ലീഡ് കോസ്റ്റും കൺവേർഷൻ ചാർജും വളരെ ഉയർന്നാവുക എന്നതാണ്. നമുക്ക് ലീഡ് കിട്ടാൻ വേണ്ടി ഗൂഗിളിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ലിങ്ക്ഡിനിലും ഒക്കെ നമ്മൾ പരസ്യം ചെയ്യുന്നു. കസ്റ്റമറിലെ ഡയറക്റ്റ് നമ്മൾ എത്തുന്നുണ്ട്, കുഴപ്പമൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകുന്നുണ്ട്. എന്നാൽ അവിടെ ലീഡ് കോസ്റ്റ് കൂടിയാലോ? കയ്യിൽ നിന്ന് ക്യാഷ് പോകും. ലീഡുകൾ ഇഷ്ടം പോലെ വരുന്നുണ്ട്, എന്നാൽ കൃത്യമായി കസ്റ്റമറെ കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നില്ല. 100 ലീഡുകൾ വന്നു, അവിടെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചത് 10 പേരെ മാത്രമാണ്. ബാക്കി നമ്മൾ അവരെ ഫോളോ അപ്പ് പോലും ചെയ്യുന്നില്ല. സ്വാഭാവികമായും അവിടെ കൺവേർഷൻ ചാർജ് കൂടും. ഇവിടെ നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്യേണ്ടത് എന്ന് പറയുന്നത് കൃത്യമായി എങ്ങനെ കൺവേർട്ട് ചെയ്യാം, ഇവരെ എങ്ങനെ സെയിൽസിലോട്ട് എത്തിക്കാം, ഇതിനൊരു ഫണൽ നമ്മൾ ബിൽഡ് ചെയ്യണം. ഈ ഫണലിലൂടെ ഇവരെ കൃത്യമായി എത്തിക്കണം. അതേപോലെ തന്നെ കൃത്യമായി ഫോളോഅപ്പിന് ഒരു സിസ്റ്റം നമ്മൾ ബിൽഡ് ചെയ്യണം. അല്ലാത്ത പക്ഷം കുറെ ലീഡുകൾ വരുന്നു, ബഹുഭൂരിപക്ഷ ലീഡുകളും വേസ്റ്റായി പോകുന്നു. അതിൽ 1-2-10 സെയിൽസ് മാത്രം കിട്ടുന്നു, ബാക്കിയുള്ളതെല്ലാം വേസ്റ്റായി പോകുക എന്ന് പറയുമ്പോൾ അവിടെ കൺവേർഷൻ ചാർജ് വളരെയധികം കൂടും. ഇത് നമ്മുടെ കയ്യിൽ നിന്നുള്ള എമൗണ്ട് ലൂസായി പോകും. അപ്പോൾ ഈ കാര്യം ശ്രദ്ധിക്കണം. അതായത് ലീഡ് കോസ്റ്റും കൺവേർഷൻ ചാർജും ഒരിക്കലും ഉയരാൻ പാടില്ല. അവരെ നിരന്തരമായി ഫോളോ അപ്പ് ചെയ്തുകൊണ്ട് അവരെ കൃത്യമായി സെയിൽസിലോട്ട് കൺവേർട്ട് ചെയ്യാൻ നമുക്ക് സാധിക്കണം. അതിന്റെ പാകത്തിലുള്ള ഒരു സിസ്റ്റം നമ്മൾ നമ്മുടെ ബിസിനസ്സിൽ ഇംപ്ലിമെന്റ് ചെയ്യണം. അടുത്ത പ്രശ്നം
മാർക്കറ്റ് ലീഡറുമായി നമ്മൾ കോമ്പറ്റീറ്റ് ചെയ്യുക. ഒരു മാർക്കറ്റ് ലീഡറെ സംബന്ധിച്ച് അവർക്ക് വളരെ വലിയ രീതിയിൽ ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ട്, അവർക്ക് വലിയ രീതിയിൽ സ്ട്രാറ്റജി ഉണ്ട്, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ടീമുണ്ട്, കാര്യങ്ങളെല്ലാം ഉണ്ടാക്കും. എന്നാൽ നമ്മൾ താഴെത്തട്ടിലുള്ള ഒരു MSME ബിസിനസ് അവരെ കോമ്പറ്റീറ്റ് ചെയ്യാൻ പോയാൽ എങ്ങനെയുണ്ടായിരിക്കും? നമുക്ക് അത്രയും ഫിനാൻഷ്യൽ ബാക്കപ്പ് ഉണ്ടോ, സ്ട്രോങ് ആയിട്ടുള്ള ടീമുണ്ടോ? ഇതൊന്നും നമുക്കില്ല. എന്നാൽ നമ്മൾ ഇവരെ പോയി കോമ്പറ്റീറ്റ് ചെയ്യുന്നു. ഒരു എക്സാമ്പിൾ വിശദമാക്കാം. ഈസ്റ്റേൺ എന്ന കമ്പനി ഉൽപ്പാദിപ്പിക്കുന്നത് കുറേ പൊടികളാണ്. എന്നാൽ സാധാരണ കുടുംബശ്രീ സ്ത്രീകൾ ഇവരോട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോയാൽ എങ്ങനെ ഉണ്ടാകും? പിടിച്ചു നിൽക്കുമോ? ഇല്ല, അധികം താമസിക്കാതെ ഷട്ടർ ഇടും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മുടെ ടാർഗറ്റ് ഓഡിയൻസ്, അതായത് ഒരു മൈക്രോ നിഷിലോട്ട് മാറുക. ഈ മൈക്രോ നിഷിലുള്ള കസ്റ്റമേഴ്സിനെ മാത്രം തൃപ്തിപ്പെടുത്തുക. അല്ലാതെ വളരെ വലിയ കൊലകൊമ്പന്മാരുമായിട്ട് കോമ്പറ്റീറ്റ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ ഷട്ടർ ഇടേണ്ടി വരും. അതുകൊണ്ട് മൈക്രോ നിഷിലുള്ള കസ്റ്റമേഴ്സിനെ മാത്രം തൃപ്തിപ്പെടുത്തുക, അവരുമായിട്ട് മുന്നോട്ട് പോകുക. കൃത്യമായി പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കുകയും ചെയ്യും. അടുത്ത പ്രശ്നം, ചിലവിനെ കൺട്രോൾ ചെയ്യാൻ സാധിക്കാതെ വരിക എന്നതാണ്. വലിയ തരത്തിലുള്ള ക്യാഷ് നമുക്ക് വരുന്നുണ്ട്. അത് സെയിൽസിൽ നിന്നായിക്കോട്ടെ, ലോൺ എടുത്തിട്ടായിക്കോട്ടെ, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് വരുന്നതായിക്കോട്ടെ, എങ്ങനെയായാലും ധാരാളം ക്യാഷ് വരുന്നുണ്ട്. പക്ഷെ ഈ ക്യാഷ് എല്ലാം പെട്ടെന്ന് തന്നെ ചിലവായി പോകുന്നു, അക്കൗണ്ടിൽ ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് തന്നെ കൃത്യമായി പ്രോഫിറ്റ് പോലും ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. നമ്മുടെ ബിസിനസ്സിലെ ആഭ്യന്തര ചെലവുകൾ പോലും സ്മൂത്ത് ആയിട്ട് പോകുന്നില്ല. ബിസിനസ്സിൽ പലപ്പോഴും ക്യാഷ് ഇല്ലാത്തത് കൊണ്ട് നമ്മുടെ കൃത്യമായി പോകേണ്ട സിസ്റ്റം തന്നെ പ്രോപ്പറായിട്ട് റൺ ആവാതെ വരുന്ന ഒരു അവസ്ഥ. അപ്പോൾ എന്തായും ബിസിനസ് പൊട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് കൃത്യമായി ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് നോക്കണം. ബിസിനസ്സിൽ ഓരോ ടൈമിനും എത്ര ക്യാഷ് നമ്മുടെ ബിസിനസ്സിലെ അക്കൗണ്ടിലുണ്ട്, അല്ലെങ്കിൽ ലിക്വിഡ് ക്യാഷ് ആയിട്ട് എത്രയുണ്ട്, ഇത് എങ്ങോട്ടൊക്കെ പോകുന്നു, എവിടെയാണ് ഏറ്റവും കൂടുതൽ ചെലവ് വരുന്നത്, അത് നമ്മൾ കട്ട് ചെയ്യണം. മാർക്കറ്റിംഗ് സൈഡിലാണോ, അല്ലെങ്കിൽ മറ്റ് സൈഡിലുകളാണോ, പ്രൊഡക്ഷൻ സൈഡിലാണോ, അവിടെ ടെക്നോളജി ഇംപ്ലിമെന്റ് ചെയ്യണോ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൃത്യമായി ചെക്ക് ചെയ്യണം. ഇനി ക്രെഡിറ്റേഴ്സ് കൂടിയിട്ടുണ്ടെങ്കിൽ അവരെ കൃത്യമായി ഫോളോ അപ്പ് ചെയ്ത് അവരുടെ കയ്യിൽ നിന്നും ആ പൈസ നമ്മൾ വാങ്ങിച്ച് നമ്മുടെ അക്കൗണ്ടിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ കൃത്യമായി സിസ്റ്റമാണ് ഇംപ്ലിമെന്റ് ചെയ്യണമെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്യുക. എവിടെയാണ് കട്ട് ചെയ്യേണ്ടത് അവിടെ കട്ട് ചെയ്യുക. ഇങ്ങനെ ബിസിനസ്സിലെ ക്യാഷ് ഫ്ലോ നമ്മൾ ഇംപ്രൂവ് ചെയ്താൽ മാത്രമായിരിക്കും ബിസിനസ്സിലെ ആ സിസ്റ്റം സ്മൂത്ത് ആയിട്ട് റണ്ണായി പോകുന്നത്. ഇല്ലെങ്കിൽ പടിപാടും. അടുത്ത പ്രശ്നം, ബിസിനസ്സിന് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ടീം ഇല്ലാതെ വരിക എന്നതാണ്. ടോപ്പ് ലെവൽ മാനേജ്മെന്റിന് എത്രത്തോളം എനർജി ഉണ്ടോ ആ എനർജിയാണ് മിഡിൽ ലെവലിലേക്കും ലോവർ ലെവൽ മാനേജ്മെന്റിലേക്കും പാസ് ചെയ്യുന്നത്. എന്നാൽ ആ എനർജിക്ക് എവിടെയെങ്കിലും ഒരു ഷോർട്ടേജ് വന്നു കഴിഞ്ഞാൽ പലപ്പോഴും ബിസിനസ്സിന്റെ പ്രവർത്തനത്തെ താളം തെറ്റിക്കും. ബിസിനസ് അത്രയും സ്ട്രെങ്ത് ആയിട്ട് പോകാൻ സാധിക്കാതെ വരും. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? ബിസിനസ്സിൽ എത്രത്തോളം എനർജറ്റിക് ആയി നിൽക്കാൻ സാധിക്കുമോ അത്രത്തോളം എനർജിയെ പാസ് ചെയ്യാൻ ശ്രമിക്കണം. ഇനി അതേ സമയത്ത് ഏതെങ്കിലും ഒരു പുഴു ബിസിനസ്സിനകത്ത് വന്നിട്ടുണ്ടെങ്കിൽ അവരെ എടുത്ത് പുറത്ത് കളയുകയും വേണം. കാരണം അത് ഒരിക്കലും മറ്റ് ആപ്പിളുകളെ ആക്രമിക്കാൻ പാടില്ല, അല്ലെങ്കിൽ മറ്റ് ഫ്രൂട്ടുകളെ ആക്രമിച്ച് കീഴ്പ്പെടുത്താൻ പാടില്ല, നശിപ്പിക്കാൻ പാടില്ല. അതുകൊണ്ട് തന്നെ ആവശ്യമില്ലാത്തതിനെടുത്ത് പുറത്ത് കളയുകയും ബിസിനസ്സിന് ആ എനർജി കൃത്യമായിട്ട് നിലനിർത്താനും ഒരു സ്ട്രോങ് ടീം കെട്ടിപ്പടുത്താനും നമ്മൾ ശ്രമിക്കണം. എന്നാൽ മാത്രമേക്കും ബിസിനസ്സിന് ആ സിസ്റ്റം ആക്റ്റീവായി പോകത്തുള്ളൂ. ഇല്ലെങ്കിൽ പണിപാടും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പ്രധാനമായും ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ബിസിനസ്സിനെ സ്മൂത്തായി റണ്ണാക്കാനും അടുത്ത 10 കൊല്ലം കഴിഞ്ഞും നിങ്ങളുടെ ബിസിനസ് സ്മൂത്തായി റണ്ണായി പോകാനും സാധിക്കുന്നത്. ഇല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഇടേണ്ടി വരും. അപ്പോൾ ഈ വീഡിയോ വളരെ ഉപകാരമായെങ്കിൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. അടുത്ത വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ.